പടവലങ്ങേരെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചേട്ടനത് ചെയ്തേ പറ്റും. ഇതുകൊണ്ടൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പടവലങ്ങയ്ക്ക് അല്ല, ഇത് ഈ പടവലങ്ങാന്ന് പറയാൻ കിട്ടാത്തല്ലേ? ഇങ്ങനെ അതുപോലെ അത് ബീഫാണ്, ഇത് പടവലങ്ങയാണെന്ന് ആലോചിക്കണം. എന്തേ ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ ഇവിടെ പടവലങ്ങ പോലെ കാണുന്ന ഏതോ ഒരു സാധനം വെട്ടി നുറുക്കി ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കൂടി കഴിക്കേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്നത് 2 പടവലങ്ങയാണ്. എനിക്ക് നാളെ ഒരു പ്രായമായിട്ടുള്ളൊരു അമ്മാമ്മ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അജു നീ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയവാ, മറ്റേ ആ പള്ളത്തിയൊക്കെ കൂട്ടിയിട്ട് എനിക്ക് കൂട്ടാൻ കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. പക്ഷെ എന്തൊരു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറിന് തീരെ സുഖമില്ല. എനിക്ക് വയറിന് തീരെ സുഖമില്ല. കാരണം മലബന്ധം എന്ന് പറഞ്ഞ സംഗതി ഭയങ്കരമായിട്ടുണ്ട്. അത് കാരണം എനിക്ക് നീ കഴിക്കുന്നതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കഴിയുമ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ശ്രീദേവി ഡോക്ടർ അവിടേക്ക് പോയത്. ശ്രീദേവി ഡോക്ടർ അവിടെ നമ്മളിപ്പോ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്, വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ കേട്ടോ. അതിന്റെ വീഡിയോ ഇനി വരും. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഓരോ തരം ഹെൽത്തി ഫുഡുകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നും നമ്മളോട് വീഡിയോ ഇട്ടോളാൻ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ അതായത് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പൊ അതിൽ ഈ പടവലങ്ങേരെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചേട്ടനത് ചെയ്തേ പറ്റും. ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പടവലങ്ങയല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വരുമ്പോ തന്നെ നമ്മുടെ വീട്ടിൽ പടവലങ്ങ ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ 2 പടവലങ്ങ വാങ്ങിച്ചു. ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ള 2 കഴിക്കില്ലേ? 2 കഴിക്കുന്നത് ഒരെണ്ണം കഴിക്കുമ്പോൾ ഇത്രയ്ക്ക് വലിപ്പില്ല ഇത്. ചേട്ടൻ ഇത്ര പോന്ന പടവലങ്ങ കഴിക്കുന്ന പറഞ്ഞ മാക്സിമം ഏറ്റവും നീളം കൂടി പടവലങ്ങ അങ്ങനത്തെ കിട്ടാത്തത് കൊണ്ട് 2 വാങ്ങിച്ചെന്ന് വിചാരിച്ചു ഞാൻ. അതെ, അല്ല ഒരെണ്ണത്തെ പണി പഠിക്കും. അപ്പൊ ഇതെന്തിനാ? അത് 2 അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് പടവലങ്ങ ഏറ്റവും നീളം കൂടി പടവലങ്ങ വാങ്ങിച്ചു കൊടുത്തിട്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് പടവലങ്ങയുടെ 2 തല. ഇതുകൊണ്ടൊരു ഹെൽത്തി ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചിരിച്ച് പണ്ട് പോകും ഇതിന്റെ ഫുഡൊക്കെ കേൾക്കുമ്പോട്ടാ നമുക്ക് തമാശ അറിയാൻ പോണല്ലോ. എന്നിട്ട് നമ്മള് സാധാരണ പോലെ തന്നെ നമ്മളിതിന്റെ ഈ പടവലങ്ങി ഒരു പൊട്ടം ഹെൽപ്പ് വേണം. പടവലങ്ങി പൊട്ടമണൊന്നുമില്ല. അല്ല, ഇതിന്റെ തൊലി ഒരു തൊലിന്ന് കളയണോട്ടാ. സമാധാനായിട്ട് ചെയ്താ പോരെ. അല്ല, വേഗം ചെയ്യണം. വെകിളി പിടിക്കണേ, എന്തിനിങ്ങനെ ധൃതി പിടിക്കണേ? ധൃതി കൂട്ടണൊന്നുമില്ല. അപ്പൊ അതിന്റെ മൊരി കളയാ. ഇതിന്റെ ഗുണങ്ങള് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ല, ഇത് പടവലങ്ങ മൊത്തത്തില് മരുന്നടിക്കല് കുറവായിരിക്കും. പടവലങ്ങക്ക് അല്ല, പടവലങ്ങന്ന് പറയാൻ കിട്ടാത്തല്ലേ? പടവലങ്ങ മറ്റേ ഈ ഫുഡ് സേഫ്റ്റിക്കാര് ടെസ്റ്റ് നടത്തില്ല ഇടയ്ക്കിടയ്ക്ക്. അവരെ പച്ചക്കറിക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാലോ, ഇന്ന പച്ചക്കറികളിലാണ് കൂടുതൽ വിഷാംശം, ഇന്ന ഇതിലാണ് വിഷാംശം കൂടുതൽ. അതിൽ പടവലങ്ങനെ അധികം പരാമർശിച്ച് കണ്ടിട്ടില്ല. ഞാനിവിടെ മീൻ നിൽക്കാവും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ അങ്ങനത്തെ ഇതുകൊണ്ട് അപ്പൊ നമുക്ക് പടവലങ്ങ ധൈര്യമായിട്ട് കഴിക്കാം. പടവലങ്ങ ഇഷ്ടമില്ലാത്ത കുറെ പേര്, ഒരു മണം ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് ഇത് കഴിക്കാനേ പറ്റില്ല. മീനിന്റെ ചതമ്പല് കളയുന്ന പോലെ നമ്മള് പടവലങ്ങയുടെ മോരി കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിയാറായി. ഈ പടവലങ്ങ നമ്മള് സാധാരണ പോലെ ഇതിന്റെ നടുവിലത്തെ ഇത് കളയണം. ഇങ്ങനെ ഇനിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് ഏകദേശം ചതുര കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചോറ് കളയണം കേട്ടോ. ഇതൊരെണ്ണം ഒന്നുമില്ല ചേട്ടാ. ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോ ഒരു എന്തെങ്കിലും വേണ്ടേ? ഒരു ചാലഞ്ചിന് അല്ല, ഒരെണ്ണമാണ് ആദ്യത്തെ ആവശ്യം. അല്ലാണ്ട് പിന്നെ ഞാൻ അത് കഴിച്ചിട്ടൊന്നുമല്ല, ഞാനിത് കഴിച്ചിട്ടേ ഇല്ല ചേട്ടാ. പടവലങ്ങ എടുത്തു. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനത്തെ സ്ക്വയറായിട്ടുള്ള കഷ്ണങ്ങളാക്കാൻ പോകണം കേട്ടോ. കൂന്തൽ ഇങ്ങനെ മുറിക്കാറില്ലേ? 2, 3, 4, 5 ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതിന് കഴുകണം. ഇത് പാത്രത്തിലിടണം. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലേ? കണ്ടാ മതിയില്ലത്. ഇനി കേട്ടോ ഡോക്ടർ ഹെൽത്തി ഫുഡുകളല്ലേ, ഗംഭീര സാധനങ്ങളാട്ടാ. നമ്മൾ പ്രായമായി കഴിഞ്ഞാലേ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് ഭക്ഷണമാണല്ലോ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അടിസ്ഥാനം. അതൊന്ന് പറഞ്ഞുതരും, നമുക്ക് എപ്പോഴാ പ്രായമാവാ?
നമ്മൾ ചെറുപ്പമായിരുന്നപ്പോ നമുക്കൊരു 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ പ്രായമായിരുന്നല്ലേ നമ്മൾ പറയാ. അതെ. ഇപ്പൊ നമ്മള് 50 വയസ്സായില്ലേ, അപ്പൊ നമുക്ക് തോന്നുന്നുണ്ട് അത് പ്രായമായിരുന്നു. ഇല്ല, അപ്പൊ നമുക്ക് പ്രായമായിരുന്നു തോന്നുന്നത് 75 വയസ്സിന് മീതിയുള്ള 70 ഇപ്പൊ തോന്നണത്. പക്ഷെ നമ്മൾ 70 വയസ്സ് എത്തുമ്പോ അപ്പോഴും നമുക്ക് അപ്പൊ തോന്നില്ലായിരിക്കും അല്ലേ പ്രായമായിരുന്നു. അതായത് നമുക്ക് എപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കുന്ന അർത്ഥം. കഷ്ണങ്ങളാക്കി ഇതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾ കഴിക്കുന്നു തോന്നില്ല. എന്നാലും ഞാനിത് പരീക്ഷിക്കുകയാണ്. ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടാ, കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മളിത് കഷ്ണങ്ങളാക്കി ഇനി ഇത് കഴുകി കൊണ്ടുവരാൻ പോകണം കേട്ടോ. ഇത് കഴുകണം, കഴുകിയിട്ട് കൊണ്ടുവരാം, നന്നായി കഴുകിയിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ പടവലങ്ങില്ലേ നല്ല കഴുകി നല്ല കുട്ടപ്പന്മാരായിട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇനി ഇതിലേക്കല്ല, ഇത് നമ്മൾ ഒരു പാത്രത്തിലിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ടു. ഇനി നമ്മളിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു ഡോക്ടറോട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോരേ ചോദിച്ചു. കാരണം പടവലങ്ങി വേഗം വേവും, പിന്നെ പടവലങ്ങിയിലും വെള്ളം ഉണ്ടല്ലോ. ഡോക്ടർ അത് പാടില്ല, വെള്ളം വേണം. ആ വെള്ളം കുടിക്കാനാണ് ഭയങ്കര ടേസ്റ്റ്. ആ സൂപ്പ് അത് ആലോചിക്കുമ്പോൾ എൻ്റെ ഡോക്ടറെ വായിൽ വെള്ളം വരുന്നു എന്നാ പറഞ്ഞു. അതല്ല, ജഗ്ഗുവിന് വെറുതെ കയ്പക്കായില്ലേ പാവയ്ക്ക, അത് കാണുമ്പോ കൊതിയും. അത് ആ പച്ചക്കറി അത്ര ഇഷ്ടമായതുകൊണ്ട്. അതുപോലെ ഡോക്ടർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടമുള്ള വെജിറ്റബിൾ കാണുമ്പോ നമുക്ക് കൊതി വരുന്നതാ. ഇനി ഡോക്ടർ ഉണ്ടാക്കണേൽ എരിവ് ഇടില്ല ഡോക്ടർ, നമ്മളോട് ഇട്ടോളാൻ പറഞ്ഞു. 2 മുളക് ഇട്ടോ. 2 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളതാട്ടാ. 2 കാന്താരി മുളക് ചതച്ചിട്ട് വേണം ഇടാം. നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുന്നുണ്ട് കേട്ടാ. 2 കാന്താരി മുളക്. ഇത് കൈ സോപ്പിട്ട് ചേട്ടാ ഭയങ്കര എരിവാട്ടാ. ഇതിനല്ലേ വെള്ള കാന്താരിയില്ല, അത് ബ്ലാക്ക് കാന്താരി. ചെമ്മീൻ ചമ്മന്തി അരക്കണേൽ ഇട്ടിട്ട് നല്ല രസാ. ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കും. അപ്പൊ ഇത് നമ്മള് ഇതിലിടുന്നു കേട്ടോ. നോക്കിയേ, ഇനി നമ്മൾ തീ കത്തിക്കണം. അടുപ്പത്ത് വെക്കണം കേട്ടാ. ഉപ്പിട്ടിട്ടില്ല ചേട്ടാ. ഉപ്പിട്ടിട്ടില്ല, അത് വേവിക്കാൻ വെക്കണം. കയ്യൊന്നൊക്കെ കഴുകിക്കോട്ടെ ചേട്ടാ. മൂക്കും കണ്ണങ്ങാൻ തുടച്ചപ്പോ ഇടും ചേട്ടൻ. മൂടി വെച്ചോ. ഇതിന്റെ പ്രിപ്പറേഷൻ കണ്ടെങ്കിൽ ചിരി വരും. ഇതൊന്നല്ല വെക്കണേലും ഇതിലൊന്നല്ല കാര്യം, ഇത് തിന്നണേലാണ് കാര്യം. ചലഞ്ച് എടുക്കണം കേട്ടാ. ഞാനേ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടിയിട്ടൊരു വീഡിയോ ആണ്. ഈ കൊച്ചി വശത്തെ ഒരു പാചകമാണ്. ബീഫ്, അയാൾ ഇറച്ചി വെട്ടുകാരനാണെന്ന് തോന്നുന്നു. ബീഫ് കഷ്ണങ്ങളാക്കിയിട്ട് വീട്ടിൽ കൊണ്ടൊന്നും വെറുതെ കഴുകി. പിന്നെ അയാൾ പറമ്പിലെന്ന് പറഞ്ഞ ചെറിയൊരു വീടാണ്. അതിൻ്റെ സൈഡിൽ ഇത് പോയിട്ട് ഒരു 5-6 പച്ചമുളക് പൊട്ടിച്ചു കൊണ്ടു. അത് അതിലിട്ടു. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 2 കതി വേപ്പില പൊട്ടിച്ചിട്ട് അതിലിട്ടു. എന്നിട്ട് ഇങ്ങനെ കുക്കറിലിട്ട് വേവിച്ചു. കുക്കറിലിട്ട് വെച്ച് 5-8 വിസിലടിച്ചു. അത് കഴിഞ്ഞിട്ട് ആൾ തുറന്നു. പിന്നെ അതിനാണ്ട് ഇന്ന് കഴിക്കലായി. എന്തൊരു ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ കമൻറ്റുകളൊക്കെ ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അതിൻ്റെ വെള്ളം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പച്ചമുളകും വേപ്പിൻ്റെ ഇലയും ഉപ്പും മാത്രം, മഞ്ഞൾപ്പൊടിയും മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അതാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. അതുപോലെ അത് ബീഫാണ്, ഇത് പടവലങ്ങയാണെന്ന് ആലോചിക്കണം. നമ്മൾ യൂട്യൂബിൽ കുറെ ചാലഞ്ചുകൾ കാണാം. മറ്റേ ജോളോ ചിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എരിവുള്ള സാധനങ്ങളൊക്കെ കൊറേ ഉണ്ടാവും. ഇത് മൊത്തം തിന്ന് കഴിക്കല് ചാലഞ്ചുകൾ. പടവലങ്ങ ചാലഞ്ച് ഇതുവരെ ഇല്ല യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. നമുക്ക് നോക്കാം. ഇത് വെച്ച് കഴിഞ്ഞിപ്പോ ഇത് ഉണ്ടാക്കണേലും ഇതിലൊന്നും പ്രത്യേകതകളില്ല. നമുക്കിത് കഴിച്ചിട്ട് നമുക്കിത് ഗുണമുണ്ടോ എന്നുള്ളത് കാലത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് പറയാനുണ്ടെന്നൊരു കുഴപ്പമില്ലേ? അതിന് ചേട്ടന് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളല്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ ബുദ്ധിമുട്ടുള്ള കഴിച്ചു കഴിഞ്ഞാലാണ് ഇപ്പൊ ഇതിന്റെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കല്ലേ നമുക്കിത് അറിയുള്ളൂ, ഫലം അറിയുള്ളൂ. പക്ഷെ നല്ലതായിരിക്കും. കാരണം പടവലങ്ങിൽ നന്നായി ഞാരുകളുണ്ട്. ചേട്ടൻ അല്ല, ചേട്ടന്റെ അവിടെ കോഴിക്കൂടില് ടൈൽസ് വിരിക്കുന്നുണ്ട്. അത് കാണിച്ചായിരുന്നു. അല്ല, ചേട്ടനോട് കൊറേ വട്ടം പറഞ്ഞു കോഴിക്കൂടിന്റെ ഉള്ളില് ടൈൽസ് ഇടല്ലേ. ഇപ്പൊ ടൈൽസ് എടുക്കാനായിട്ട് ഞാനും ചേച്ചി കൂടിയിട്ടാ പോയത്. നമ്മുടെ സിറ്റി സിറാമിക്സ് ഇല്ലേ അവിടേക്ക്, ചിയാരത്തെ. അപ്പോൾ ഈ പഴയ ഓരോ സെറ്റുകളിൽ ബാക്കി വരുന്ന ടൈൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് ഒരാൾക്ക് കൊണ്ടുപോകാനുള്ളതില്ല, അങ്ങനത്തെയൊക്കെ ടൈൽസ് മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോഡൗണിൽ പോയിട്ട് എടുക്കുക ചെയ്തേ, ഞാനും ചേച്ചിയും കൂടി പോയിട്ട്. അവരും ഞെട്ടി. എന്തിനാന്ന് ചോദിച്ചപ്പോൾ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ ഇടാനാന്ന് പറഞ്ഞപ്പോഴേ അവരും ഞെട്ടി. ആദ്യമായിട്ടാണ് അവിടേക്ക് കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ടൈൽസ് ഇടാനായിട്ടുള്ളത് എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു കോഴികൾക്കും ഉണ്ടാവില്ലേ ചേട്ടാ ആഗ്രഹങ്ങൾ, നല്ല സ്ഥലത്തൊക്കെ നടക്കണമെന്ന്. അപ്പോൾ കോഴികളൊക്കെ മൂൺവാക്ക് ചെയ്തിട്ട് നടക്കുക കോഴിക്കൂടിൻ്റെ ഉള്ളിൽ. കോഴിക്കൂട് ഇങ്ങനെയായിട്ടാ
ഷീറ്റൊക്കെ അടിച്ചു, ചുറ്റും ഗ്രില്ലൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെപ്പ് കോഴിക്കുട്ടികൾക്കായിട്ടൊരു ഇതുണ്ടാക്കിയില്ലേ, അതുപോലെ അത് കണ്ടപ്പോൾ അനിൽ ഭയങ്കര ഇഷ്ടമായി. അപ്പം അതുപോലെ അത് ഇവിടെയും ചെയ്തു. കയറിനോട് കുഴപ്പമില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ പണിയുന്നുണ്ടായിരുന്ന 2 പിള്ളേർ ക്യാമറ വരുന്നുണ്ടപ്പോൾ ഓടി പറമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇനി ഇവർ പിടികിട്ടാ പുള്ളികളാണോ എന്ന് അറിയില്ല. ഇതേ കണ്ട ടൈൽസ് നോക്കിയേ, പലതരം ടൈൽസാണ് കേട്ടോ. ചിലതൊക്കെ ഒരുപോലത്തെ ഉണ്ട്, സൂപ്പർ ടൈൽസാ. അപ്പോൾ പരമാവധി വഴുക്കി വീഴണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ മാറ്റ് മതി എന്ന് പറഞ്ഞവരോട്. അപ്പോൾ അരുമൂലിയും പൊട്ടിയതൊക്കെ ആണെങ്കിൽ ഇനി വില കുറവിൽ കിട്ടും. ഇതിപ്പോൾ മൊത്തം നമുക്ക് 2000 ചില്ലറ രൂപയ്ക്ക് കിട്ടിയിട്ടാവും, 160 സ്ക്വയർ ഫീറ്റ്. ഇതേ കണ്ട ഇവിടെ കൊണ്ടുവച്ചാണ്. ഇതൊക്കെ മാറ്റ് ഫിനിഷാ, നല്ല അടിപൊളി സാധനങ്ങളാ. സജീവം വന്നിട്ട് പറയാം, ദൈവമേ അകത്ത് പോലും ഇത്ര നല്ലതല്ലല്ലോ നമ്മളൊന്നും ഇട്ടേക്കണതെന്ന്. സൂപ്പർ ടൈൽസാ. അപ്പോൾ പരമാവധി ചവിട്ടി നടക്കണ സ്ഥലത്തൊക്കെയും ചവിട്ടി നടക്കാത്ത സ്ഥലത്തൊക്കെ മിനുസുള്ളത് ഇട്ടിട്ടേ അങ്ങനെ പറഞ്ഞാവും അവരോട്. അവരൊക്കെ മാറ്റപ്പം അവിടേക്ക് ഇടണം. അപ്പം അത് എത്ര ഉണ്ട് കേട്ടോ, കൂട് അടിപൊളിയുണ്ട് കൂട്. അല്ലെങ്കിൽ നമുക്കിനി എല്ലാം ഇട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇനി വരാം. പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പാല് കാച്ചലുണ്ടാവും. അല്ല ചേട്ടല്ല ചേട്ടാ പണിക്ക് പോയേക്കാം. അല്ല ചേട്ടന് ഇപ്പം എന്നും പണിയുണ്ട്. കാലത്ത് നേരത്തെ പോന്നിട്ട് നന്നായിട്ട് വൈകിട്ടേ വരള്ളൂ. നമ്മുടെ ഇത് തിളച്ചു കൂട്ടാ, ചരിത് പോയി തിളച്ചു. അപ്പം ഈ ഇതിന്റെ ഗുണങ്ങള് ഡോക്ടറുടെ വോയിസിലാണ് നിങ്ങൾക്ക് കേട്ടപ്പോ. വോയിസ് അയച്ചിട്ടുണ്ട്, ഡോക്ടർ വോയിസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇത് വ്യവഹാരമായി തുടങ്ങി. പറയുന്നവരെ നോക്കി വെക്കാം. ഒന്ന് ചൂടാറട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്താ ആ വോയിസ് കേൾപ്പിക്കപ്പോഴത്തേക്കും പൊട്ടംകളി ഞങ്ങൾ പോണവരൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. മിണ്ടാൻ പാടില്ല. കാരണം വോയിസ് ഡോക്ടർ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതില് നമ്മുടെ ഈ വർത്താനം പറഞ്ഞതിലൊക്കെ 1.5 മിനിറ്റ് വോയിസ് ആണ്. വോയിസ് ഇട്ടോണ്ടിരിക്കുന്ന എഡിറ്റ് ചെയ്യുമ്പോ വോയിസ് കേറ്റുന്നു. ആ വോയിസ് ആണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സമയത്തൊക്കെ നമ്മള് അതെന്തിനത്? എനിക്കതൊന്ന് കേക്കണം. ഇപ്പൊ അതൊന്ന് പ്ലേ ചെയ്യാണെങ്കിൽ കേക്കായിരുന്നു. അതെ, ഞാൻ കേട്ടിട്ടില്ല. എന്തേ അതായിരിക്കല്ലോ. എന്താ മോനെ തുടങ്ങി. ഇതെന്തൊരു തുണ്ട് കടിച്ചിട്ട് കൂടി ഇട്ടിട്ട് പോയല്ലോ, കഴിക്കാൻ പറ്റില്ലേ? കഴിക്കും. ഡോക്ടർ വോയിസ് കേട്ടോ. ഉപ്പില്ലാത്തത് കൊണ്ടാണോ അതേ എരിവ് കൂടുതലാണോ? ഒന്നുമില്ല, ഡോക്ടർ വോയിസ് കേട്ടോ. പടവലങ്ങ വളരെയധികം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ശോധന കറക്റ്റ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. പൈൽസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് രാത്രി ഭക്ഷണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പടവലങ്ങ കഴിക്കുകയാണെങ്കിൽ അതിൽ വേറെ മസാലകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ ദഹിക്കുകയും ചെയ്യും. പിന്നെ ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. രാവിലെ സുഖമായിട്ട് ശോധന ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ, ഒരു 6 മണിക്ക് മുമ്പെങ്കിലും, നല്ല വിശപ്പുള്ള ആൾക്കാരാണെങ്കിൽ 6 മണിക്ക് മുമ്പെങ്കിലും രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കണം. ചപ്പാത്തിയോ ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാർ അത് 6 മണിക്ക് മുമ്പ് കഴിക്കണം. 4 മണി ചായ എന്നുള്ള പരിപാടി ഒരു 6 മണിക്കുള്ളിലാക്കിയിട്ട് നിർത്തണം. എന്നിട്ട് ഇതൊരു 7 മണിയോട് കൂടിയിട്ട് ഇത് കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ എത്ര മലബന്ധമുള്ള ആളുകൾക്കും ശോധന കറക്റ്റ് ആവും. പൈൽസ് ഉള്ള ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇത് ശരീരത്തിൽ ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കും, അതായത് വരൾച്ച ഒഴിവാക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ കാറ്റുള്ള സമയത്തൊക്കെ പടവലങ്ങ ചുരക്കൊക്കെ ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഈ സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിന് വലിച്ചു വരുന്ന സമയമാണ് കേട്ടാ. അത് പറഞ്ഞപ്പോ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു. ബന്ധു സരിതേ, ബന്ധു ഇറക്കാം. അപ്പൊ നമ്മുടെ പടവലങ്ങ വെന്തുട്ടാ, വലിയ അധിക സമയമൊന്നും വേണ്ട കേട്ടാ. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ. കറിവേപ്പില ഇട്ടു. പിന്നെ ഇതിലേക്ക് വല്ലാണ്ട് ഉപ്പിടാൻ പാടില്ല, കുറച്ച് ഉപ്പ്. മറ്റേ ഡോക്ടർ റോസ് പിങ്ക് സോൾട്ട് ഇട്ടോണം കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പാണ് ഇട്ടോണത്. പിങ്ക് സാൾട്ട് ഇടാണെങ്കിൽ നന്നായി. എന്നിട്ട് ഇളക്കി വയ്ക്കുക. ഉപ്പ് വളരെ കുറവിടാൻ പാടുള്ളൂ. ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ല. അതന്നെ, അതുപോലെ അങ്ങനെ പാടുള്ളൂ, വല്ലാണ്ട് ഉപ്പ് പാടില്ല. പ്രായൊരു അധികം ഉപ്പിടാണ്ടിരിക്കുകയാണ് നല്ലത് കേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞു. ഇറക്കി വയ്ക്കണം ചൂടാറാനായിട്ട്. അതിൻ്റെ ഉള്ളിലാകുമ്പോൾ തീ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇറക്കി വെച്ചു. ഇതെന്തത്? ഇതിന്റെ കാരണം ഒന്ന് പറഞ്ഞു തരും, ഇതിന്റെ അർത്ഥം. അത് കാരണം എനിക്ക് വലിയ
ചേട്ടൻ പിന്നെ എന്തൊരു സാധനത്തിന്റെ ടേസ്റ്റ് ചേട്ടൻ പറയണത് ഒന്നായാലും ചേട്ടൻ മുഖം സത്യം പറയും. അന്ന് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇരുമ്പുളി നല്ല മധുരം എന്നിട്ട് ശരീരം അത് കാണിച്ചു മുഖവും ആ പുളി. അല്ല ഇരുമ്പുളി അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നല്ലേ അതിന്റെ വെപ്പ്. തിരിച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അതിന് നല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ മധുരം ഉണ്ടാവും എന്നുള്ളത് പറയാൻ വേണ്ടി സെറ്റായിട്ടുള്ള നിക്കണേ. പക്ഷെ അതിന്റെ ആ ഒരു ആവേശത്തിൽ കടിച്ചത് ഇത്തിരി അധികമാവും ചെയ്തു. നമ്മുടെ ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരിക്കും ഒഴിക്കാന്ന് വിചാരിച്ചു. എല്ലാം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടാ. ചൂടാറാനാണ് 2 വേപ്പല ഇതിൽ. ഈ പാത്രവും ഇതും കാണുമ്പോഴേ ജപ്പാനിലൊക്കെ പോയി പോലെ തോന്നുന്നു എനിക്ക്. കണ്ട ഈ സാധനം ഇതാണ് നമ്മുടെ ചാലഞ്ച് കേട്ടാ നടക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ സാധനം ഫുള്ളായിട്ട് ചൂടാറിയില്ല. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ചൂടാറാൻ ശ്രമിക്കുന്നില്ല. ചേട്ടന് കഴിക്കാൻ പറ്റിയ അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിന്നുള്ള ഭാഗം ഒന്നും തന്നെ എഡിറ്റ് ചെയ്തില്ല കേട്ടോ നമ്മള്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കാണിക്കുന്നുള്ളത് പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. ചാലഞ്ചാണല്ലോ അല്ലേ. 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്വല്പം കൂടി ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മളിത് അവിടെ നിന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് കഴിക്കാം നമുക്ക്. ഇരുന്ന സരിതയാണ് ഇത് ചെയ്യുന്നട്ടോ. എന്നിട്ട് പറയാം മോണിറ്റർ ചെയ്യുന്ന ആള്. നോക്കിയേ അതിൻ്റെ ഇത് കണ്ട. അപ്പോ ഒന്ന് ഇളക്കട്ടെ ഞാനിത്. എന്നോട് ചോദിക്കും. അല്ല ഇത് ഇളക്കാൻ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. കുറേ ഉണ്ടല്ലോ തേങ്ങ. ഇത്ര വന്ന പടവലങ്ങ പൊട്ടിക്കാൻ നല്ല വാങ്ങിക്കാനെ പോയി. അല്ല ഇതിപ്പോ കഴിക്കാൻ പറ്റുന്ന ഭാഗ്യം കിട്ടാഞ്ഞത്. അല്ല ഈ സമയത്ത് കിട്ടുന്ന പടവലങ്ങ അങ്ങനത്തെ ചെയ്താ ഞാൻ കഴിക്കാൻ പോകണോട്ടാ. നല്ല മണം വരുന്നുണ്ട്. അത് ഇത്തിരി ചാറ് കഴിക്കില്ല. എനിക്ക് ഇത്തിരി ചാറ് തന്നോളൂ. ചൂടുണ്ടാ? ചെറിയ ചൂട്, ഇളം ചൂടല്ല. എരിവ് വേണ്ട. എരിവുണ്ട്. ആ മുഴുവൻ മിളകിട്ടയിലത്തെ കാര്യം ആലോചിക്കുക. അപ്പഴ റിയൽ ചാലഞ്ച് ആയി. നമ്മള് പിറ്റേ ദിവസം കഷ്ടപ്പെട്ടാണ്. പീസുകള് ഉപ്പ് കുറവാ. ചാറില് ഉപ്പ് തിരിച്ചുണ്ട്. കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഒരു ഇത് കിട്ടുമ്പോൾ ഒരു നല്ലൊരു ഇത് കിട്ടുമല്ലോ അല്ലേ. അത് ഉപ്പ് ഇത്തിരി കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇരട്ടി ടേസ്റ്റ് ആവും. പക്ഷെ വേണ്ട, അധികം എല്ലാത്തിനും പൊട്ടല്ലേ. നമുക്ക് ഉപ്പിന് മൊത്തത്തിൽ കുറയ്ക്കണം അല്ലേ ഭക്ഷണത്തിലൊക്കെയും. ഡോക്ടർ അവിടെ പോയിട്ട് അവിടെ അവർക്ക് കൊടുക്കണ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് നമുക്ക് ആദ്യം തന്നെ കഴിക്കുമ്പോൾ ഉപ്പ് കുറവ്. പക്ഷെ പിന്നെ കുറച്ച് വട്ടം കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതുമായിട്ട് നമ്മുടെ നാവ് ഇതായി. അപ്പൊ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. നമുക്ക് നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. ജഗ്ഗുക്കെ കഴിക്കുന്നത് കാണണം, ആ വീഡിയോയിൽ കാണാം. ഉപ്പില് നല്ല വെള്ളം ഉണ്ടെന്നേ. വെള്ളത്തില് ചെറുതായിട്ട് ഉപ്പുണ്ട്. ആ സമയം കഷ്ണത്തുമ്പോ തീരെ ഉപ്പില്ല. അത് ലാസ്റ്റ് അല്ലേ പിന്നെ നമ്മൾ ഉപ്പിട്ടത്. കഴിക്കുമ്പോഴേ ഉപ്പിട്ടിട്ടില്ലല്ലോ. കഴിക്കാൻ സൂപ്പർ സാധനം തന്നെ കേട്ടത്. അത് കാര്യത്തിൽ സംശയമില്ല. കഴിച്ചോ? ഭയങ്കര സ്മൂത്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വല്ല വിദേശിക്ക് ഇടുമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ സാധനം ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം. പിന്നെ ഒരു വരില്ലല്ലോ, വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. ഭയങ്കര ഇഷ്ടമാവുന്ന ശരി. അവർക്ക് അവരിത് വീഡിയോ എടുക്കാം. അപ്പൊ അവര് സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെ അവതരിപ്പിക്കുന്ന ആളുകളാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അതൊക്കെ പറയും. ഒരു അടുക്കും ചിട്ടിയില്ലാത്ത ഒരു ഫാമിലിയുടെ വീട്ടിലേക്കാണ് ഞാൻ കയറി ചെന്നത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇവിടെ പടവലങ്ങിയെ പോലെ കാണുന്ന ഏതോ ഒരു സാധനം വെട്ടി നുറുക്കി സമചതുര കഷ്ണങ്ങളാക്കിയിട്ട് 2 പച്ചമുളക് കീറിയതും 2 ഇലകളും ഇട്ട് തിളപ്പിച്ച് നമുക്ക് തന്നു. വിദേശികളെന്ന് ഉദ്ദേശിക്കണത് അല്ല, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആൾ വിദേശിയല്ലോ. അവിടത്തെ ഫോറിനേഴ്സിനെയാണോ ഉദ്ദേശിക്കുന്നത്?
അങ്ങനെ പറയുന്നത്. ആ നമുക്ക് നമ്മുടെ ട്രീ ഹൗസിന്റെ പണിയൊക്കെ കഴിയുകയാണെങ്കിൽ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയി കഴിഞ്ഞാൽ ആളുകൾ വന്ന് താമസിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് മാത്രം കൊടുത്താൽ മതി അല്ലേ? ഇങ്ങനത്തെ കുറെ ടൈപ്പ് ഫുഡുകൾ ഇങ്ങനത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ടൈപ്പ് മോര് കറിയും മറ്റേ ആ മുതിര മുളപ്പിച്ചതും വാഴക്കുടപ്പനും കൂടിയിട്ടുള്ള തോരനൊക്കെ നല്ല രസമുണ്ട്. ഫൈബറാണ് നിറയെ, ശരീരത്തിന് അത്രയും നല്ല സാധനം. ഞാനിതവിടെ തിന്നോണ്ടിരിക്കണ്ടാ. കഴിക്കൂ, അതാണല്ലോ ചാലഞ്ച്. എന്തായാലും ഒരു കഷ്ണവും ചാറും ഞാൻ എടുക്കണ്ടത്. ഒരെണ്ണം സദ്യക്ക് കൊടുക്കുന്നുണ്ട്, ഒരെണ്ണം എടുക്കാൻ പാടില്ല. ഓക്കെ. ചാറ് ഒരുമിച്ച് വെച്ചിട്ട് ഉപ്പ് പിടിക്കും. ആ ചാറും കൂടി അടക്കം കഴിക്കണം. ചെറിയ ചൂടുണ്ട് അല്ലേ? എരിവുണ്ട്. ഒരു മുളക് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ? എന്തിനാ ഇറച്ചി കഴിക്കുന്നത്? നമുക്ക് മതിയാ. ഇറച്ചി കഴിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞോളൂ. ഇനി മീൻ കൂട്ടാനും ചോറും നമുക്ക് വേണ്ട. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അത് നമുക്ക് ഒഴിവാക്കാം. ഇറച്ചി വെക്കണ ദിവസം ചേട്ടൻ ചോറിനാറില്ല. ചോറ് ഇവിടെ ബാക്കിയാവും ഇറച്ചി കൂട്ടാൻ വെക്കണ ദിവസം. അതെ, കാരണം ഈ ഇറച്ചി മാത്രം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നൊരു ചോറിനില്ല. നമുക്ക് മീൻ കൂട്ടാനും ചോറ് ഒഴിവാക്കിയാലോ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ചേട്ടാ? ആലോചിക്കാം. നമുക്ക് ഈ സാധനങ്ങൾ കഴിക്കില്ലേ? ഏത് സാധനങ്ങള്? ഇപ്പൊ നമ്മൾ ഓരോ ഫുഡുകൾ, ഇപ്പൊ ഒരു കല്യാണ പാർട്ടിക്ക് പോയി അല്ലെങ്കിൽ വേറെ സംഗതിക്ക് പോയി നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. കണ്ടമാന ഇറച്ചി വിഭവങ്ങളും അതൊക്കെ കഴിച്ച് പിന്നെ അതിൻ്റെ പിന്നീട് ഐസ്ക്രീം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൂക്കും മുട്ട തിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിമ്മിഷ്ടമായിരിക്കും. അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ സുഖം ഉണ്ടാവില്ല വയറിന്. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു രസം ഉണ്ടാവില്ല. അതേസമയം ഈ വക സാധനങ്ങൾ നമ്മൾ മൂക്കുമുട്ട കഴിച്ചു എന്ന് വിചാരിക്കുക. മൂക്കുമുട്ട ആരും കഴിക്കില്ല, അത് വേറെ കാര്യം. കഴിച്ചു എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഓരോ സമയങ്ങൾ ചെല്ലുന്തോറും നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. അല്ലേ? ഇങ്ങനെ പ്രത്യേകതകളുണ്ട് ഇതിന്. കഴിയുന്നില്ലേ? ജഗ്ഗു അവിടെ ഉണ്ട്, ടാനലും ചേട്ടൻ അവിടെ ഉണ്ട്. സ്കൂള് കൂട്ടിയില്ലോ, അപ്പോൾ ഇപ്പം അവിടേക്ക് പോയിട്ടുണ്ട്. അവനിങ്ങോട്ട് വിളിച്ചാൽ ഒരു കഷ്ണം അവന് കൊടുക്കണം. ഒന്ന് വിളിച്ചു നോക്കിയേ നീ. ഇത് കട്ടിയില്ലല്ലോ, അപ്പം ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ആളുകൾ ചാറ് നല്ല രസമാണ്. അത് ഡോക്ടർ പറഞ്ഞു. ഇതിൻ്റെ ജ്യൂസില്ലേ ബെസ്റ്റാണ്. ഇന്നലെ ഡോക്ടർ അവിടേക്ക് പോയപ്പോ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പടവലങ്ങ. ഒരു പടവലങ്ങയുടെ ഇത് പറഞ്ഞില്ലേ, ആ സാധനം എന്തേ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചു നോക്കിയേ കുഴപ്പമുണ്ടോന്ന് നോക്കിയേ, നിനക്ക് ഇഷ്ടപ്പെടും. നീ അവിടെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആ കഷ്ണടക്കം കൊടുത്തു ചേട്ടാ. ഇവിടെ ഇരിക്കേ, എവിടെയല്ലേ? കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് കഴിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? കുഴപ്പമില്ലല്ലോ. എന്തൊരു തോന്നുന്നു? സ്വകാര്യം പറയാം, കഴിക്കാൻ പറ്റില്ലേ? അവിടെ ഉണ്ടാക്കി വെച്ചതൊക്കെ ജാതി തീറ്റിയിരുന്നല്ലോ. എന്റെയും കൂടി എടുത്തിട്ട് സൂപ്പ് കുടിച്ചില്ലേ? ആ തോരനും ഒരു കറിയും സംഭാരവും കഴിച്ചു അല്ലേ? സൂപ്പ് മുരിങ്ങയല്ല, സൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഇരിക്കും. ഓടുന്നു നീ. ഇപ്പൊ പരീക്ഷയുള്ള ടൈം ആണെങ്കിലേ പോവാൻ പറഞ്ഞാലും പോവില്ല, ഇവിടെ ഇരിക്കും. ഇപ്പൊ എന്താ ഓടണം ഓട്ടം? നീ എപ്പോഴും ഇങ്ങോട്ട് വന്നേ? ഞാൻ നേരത്തെ കോഴിക്കോടിന്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോ അവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ. എപ്പോഴും ഇങ്ങോട്ട് വന്നേ? ഇതിനൊരു ഇത് കൊടുത്ത അവനും ആഗ്രഹം ഉണ്ടാവും ടേസ്റ്റ് അറിയണമെന്ന്. അപ്പൊ ആദ്യത്താണ് ഞാൻ ഈ ഇതിന് ചൂടുള്ള കാരണം ഇത്തിരി വയർക്കണം കേട്ടാ. അപ്പൊ ആദ്യത്താണ് കഴിക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ഒരു പടവലങ്ങ മുഴുവനായിട്ട് എടുക്കണ്ട. ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പകുതി പടവലങ്ങ തുടങ്ങാം. അതന്നെ കുറച്ച് ഉണ്ടാക്കാം. പിന്നെ വീട്ടിൽ വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ, എല്ലാവരും കൂടി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
ഇപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കഴിക്കാന്ന് ചാലഞ്ച് വലിയ കാര്യത്തിൽ ചെയ്ത കാരണം കൊണ്ടല്ലേ. ടേസ്റ്റ് നോക്കാൻ തന്നതല്ലേ. ഓരോരു ഒന്നെങ്ങാണ്ടിക്ക് മോനെ. ഓരോ കഷ്ണാലും തിന്നല്ലോ. ആ എനിക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് എരിവുള്ള കാരണം. എരിവ് തോന്നിയില്ലേ ഇല്ലേ? അപ്പൊ എനിക്കെന്താ എരിവ് തോന്നി? എന്റെ വായിൽ തൊലി പോയിട്ടിരിക്കുകയാണോ ഇനി? ചൂടിന്റെ ആണ് കേട്ടോ. അതിപ്പോ കഴിയും. ഒരു 25 കഷ്ണങ്ങൾ കൂടി ഉണ്ട്. ആ നല്ല കാര്യം, വെരി ഗുഡ്. 25 പോരല്ലേ? 5 5 10 15 5 20 10 30 കഷ്ണങ്ങളുണ്ട്. ചെല്ലി തുടങ്ങി കഷ്ണങ്ങളൊക്കെ. ആളുകൾക്ക് ബോറടിക്കൂട്ടാ. ചേട്ടനാണ് എഡിറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോ ഇത് എഡിറ്റ് ചെയ്യാണ്ട് കാണിക്കും വേണ്ടേ? ഇതെനിക്ക് വിഴുങ്ങാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യില്ല എന്നൊന്നും പറയണ്ടായിരുന്നില്ല. വേപ്പിലക്ക് എന്തിട്ടാ ചെയ്തോ? നല്ല മണല്ലേ. നമ്മളത് എന്തിട്ടാന്നറിയോ? ഞങ്ങളും കൂടി കഴിച്ചേനെ. ഒറ്റയ്ക്ക് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇത് പറഞ്ഞിട്ടല്ലേ. അതായത് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അതന്നെ കാണിച്ചു തരാണ് ചേട്ടൻ. അപ്പോ ഇന്നലെ ഈ പച്ചമുളക് ഇടണമെന്ന് ഒരു നിർബന്ധവും ചേട്ടാ. കാന്താരി മുളക് ഇടണമെന്ന് ഒരു നിർബന്ധവും ഡോക്ടർ ഇടാറില്ല എന്ന് പറഞ്ഞു. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാലേ ഡോക്ടർ ഇങ്ങനെയൊക്കെ കഴിച്ചാലാണ് അതാത് പച്ചക്കറികളുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ കുറേ ഇതൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ എന്തൊരു ചെയ്യാ പടവലങ്ങ എൻ്റെ വീട്ടിൽ ഉപ്പേരിക്ക് അച്ഛന് ഇഷ്ടം. എൻ്റെ അച്ഛന് ചിലപ്പോൾ ഇത് കഴിക്കാൻ പറ്റൂട്ടാ. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ വയറിന് ഭയങ്കര പ്രശ്നങ്ങളുള്ളവരാ. എപ്പോഴും ആസിഡിറ്റി, ഗ്യാസ്. 60 വയസ്സ് കഴിഞ്ഞ വയറിന് അസുഖങ്ങളായി. 60 വയസ്സല്ല, അതിന് മുന്നേ ഉണ്ട്. ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാ. ഞാൻ എനിക്ക് ഓർമ്മ വെച്ച സമയം തൊട്ട് അവർക്ക് എപ്പോഴും വയറിന് ബുദ്ധിമുട്ടുകളാണ്. അച്ഛന് പിന്നെ പാരമ്പര്യം, അമ്മാമ്മയ്ക്കൊക്കെ അമ്മായിമാർക്കൊക്കെ അങ്ങനെ തന്നെയാ. കഷ്ണങ്ങളല്ലോ ചൂട് തന്നെ. ആ ശരി. ആ ചേട്ടനെ ഈർത്തു അത്. ആദ്യത്തെ ഉഷാറൊന്നും ഇല്ല, മുഖത്ത് ചിരിയൊക്കെ പോയി. ഇല്ലല്ലേ? ഒന്ന് ചിരിച്ചെന്നോട്ടെ. മതി. ഓക്കെ. ഓ നല്ല സുഖം. ജഗ്ഗു ഇട്ടപ്പോ ജഗ്ഗുവിനെ കണ്ടിക്കടാ. തലയിലെങ്ങാനും വീട് ഓരോന്നെടുത്ത് എറിഞ്ഞിട്ട് ഇതിലൊരു പൊട്ടിച്ചേർന്ന് ആരെയും നീരും കൂടിയും അത് പാടരുത്. കട്ട് ചെയ്യരുത്. ജഗ്ഗു ഇതില് എഡിറ്റിംഗ് ഇല്ലാത്തതാ. അപ്പൊ നീ ശല്യം ചെയ്യല്ലേ. എന്നിട്ട് പറഞ്ഞേ ചെറുനാരങ്ങ നീരാ. ചെറുനാരങ്ങ നീര് നമ്മളേ ഈ ചൂടുള്ളതില് അങ്ങനെ സാലഡിലല്ലേ ചേർക്ക, പിഴിഞ്ഞിട്ട് ചേർക്ക. അങ്ങനത്തെ ചൂടുള്ളതിൽ ചേർത്ത വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നല്ലേ പറയാ. ചൂട് പോയി കഴിച്ചോ? കഴിയാറായി. ഞങ്ങൾ ഇനിയൊരു പുസ്തക പ്രകാശനത്തിന് പോവാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നാളെ കാലത്തല്ല ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി ഈ വീഡിയോ നാളെ കാലത്ത് അവസാനിക്കുള്ളൂ. അല്ല, എന്റെ കയ്യിൽ ആളല്ല. അതന്നെ, അതുള്ളവര് കഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അതെ, എത്ര കഷ്ണം ഉണ്ടെന്ന് അറിയാം. ഇതൊക്കെ സ്പീഡിലിട്ടാ മതിയടാ. അല്ലെങ്കിൽ ഇത്രയും സമയം ഇത് കണ്ടിരിക്കാൻ ബോറായിരിക്കും. ഒരു ബോറില്ല. നമ്മുടെ സൗണ്ടൊക്കെ ഇപ്പൊ കലപ്പിലാന്ന് വരും അല്ലേ? അത് കുഴപ്പമില്ല. മ്യൂസിക് വല്ല ഇട്ടിട്ട് ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചാൽ മതി. ഇത് സ്പീഡ് കൂട്ടിയിടാം. അതിലെഡിറ്റ് ചെയ്യില്ല. 5-6 കഷ്ണം കഴിച്ചോളൂ. ഒരു കുഴപ്പം തോന്നില്ല. പിന്നെ എനിക്കാണോ കുഴപ്പം? പറച്ചില്ല കേട്ടോ, എനിക്കാ കുഴപ്പം തോന്നുന്നു. കഴിയാറായി സുഹൃത്തുക്കളെ. അപ്പൊ ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചേട്ടൻ ചെയ്യുന്ന ത്യാഗം കണ്ടില്ലെന്നടിക്കരുത്. മനസ്സ് ആരും കാണാതെ പോകരുത് അല്ലേ? ഇനി ശരിക്ക് ഒരു ഉച്ചഭക്ഷണം നമുക്ക് ചോറ് അങ്ങനെ തന്നെ ഒഴിവാക്കി. ചോറ്, അരി, ഗോതമ്പ് ഇത് രണ്ടും നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പ്രമേഹം അങ്ങനത്തെയൊക്കെ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, മരുന്നില്ലാണ്ട് നമുക്ക് കുറയ്ക്കണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ അരിയും ഗോതമ്പ് ഒഴിവാക്കിയേ പറ്റൂ.
പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് കഴിക്കും. ലാസ്റ്റ് അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു ചോറ് ഗോതമ്പൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ലഞ്ച് ഉച്ചഭക്ഷണം, അതിന്റെ വീഡിയോ ഞങ്ങൾ ഇടാട്ടാ. അത് ഏറ്റവും ഗുണകരമായിട്ട് ഇതും സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അത് ഒരു കുഴപ്പമില്ല കഴിക്കാനായിട്ട്. എരിവധികമില്ല, ഉപ്പധികമില്ല, വെളിച്ചെണ്ണ അധികം ചേർക്കില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ അടിയിലത്തെ മിളക് എന്റെ കുരുക്കളെ ഞാൻ കഴിക്കണ്ടേ? അത് കഴിക്കണ്ട. കഴിഞ്ഞു. അങ്ങനെ ചേട്ടൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഇപ്പൊ നമുക്ക് ഭക്ഷണം ഇത്രയധികം കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് വയറിനൊരു കുഴപ്പം അല്ല, നമുക്ക് ഒരു വിമിഷ്ടമല്ലേ, അതില്ല. ഈ സാധനം ഇത്രയ്ക്കൊന്നും കഴിക്കണ്ടായിട്ട് ആരും. കഴിക്കാൻ പറ്റാവുന്നത് കഴിച്ചാൽ മതി. ഈ സാധനം ഉണ്ടാക്കാൻ അധികം ചിലവില്ല. പടവലങ്ങി ഇന്നത്തെ ഒരു പടവലങ്ങി വാങ്ങിക്കാനും ഒരു 10-12 രൂപ 15 രൂപ മാക്സിമം വരുള്ളൂ. അപ്പൊ നമുക്ക് വയറ് ഇത് ഒരു 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട് ഇല്ലേ? അതിപ്പോ എല്ലാ ദിവസവും കഴിക്കണം എന്നൊന്നും പറയണില്ലേ. അതിപ്പോ ആഴ്ചയിൽ 2-3 വട്ടം നമുക്ക് കഴിക്കാൻ പറ്റുന്നവർ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോ എന്റെ പരിണിത ഫലം എന്തിട്ടാന്നുള്ളത് എനിക്ക് നാളെ കാലത്ത് അറിയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ പടവലങ്ങി ചാലഞ്ച് നമ്മൾ വിജയിച്ചിരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.